എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോസുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു ഫ്രൈഡ് റൈസാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ റൈസ് എടുക്കുമ്പോൾ ബസുമതി റൈസ് തന്നെ എടുക്കണേ. ഇതുപോലെ നീളത്തിലുള്ള അരി തന്നെ വേണം എടുക്കേണ്ടത്. അപ്പോൾ ഇത് ബസുമതി റൈസാണ്. അപ്പം നല്ല നീളത്തിലുള്ള അരി തന്നെയാണിത്. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതായത് 1/2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഏറെ വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ, 1 മണിക്കൂർ നമുക്ക് ഇത് വെക്കണം. ഇപ്പം ഞാൻ കഴുകിയ അരിയല്ല, ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ കഴുകുന്നുള്ളൂ. കഴുകി വെള്ളം പോകാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്ക് 1 മണിക്കൂറത്തേക്ക് വെള്ളം ഒഴിച്ചിടാം. ഇപ്പം 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഞാനിത് നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു 3-4 പ്രാവശ്യം കഴുകണം. നന്നായിട്ട് കഴുകി വെള്ളം പോവാനായിട്ട് നമുക്ക് അരിപ്പയിൽ ഇട്ട് വയ്ക്കണം. അപ്പോൾ ഞാൻ വെള്ളം പോകാനായിട്ട് അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ 1.5 ലിറ്റർ വെള്ളമാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഏറെ കൂടി പോയാലും കുഴപ്പമില്ല. 1/2 കിലോ ആയിരിക്കും. ഞാനിപ്പോൾ 1.5 ലിറ്റർ വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അതിലോട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, ബലീസ്, കുരുമുളക്, ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ അതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പിച്ചിരി കൂടി നിന്നാലും കുഴപ്പമില്ല, നമ്മൾ വെള്ളം ഊറ്റി കളയുന്നതാണ്. അതുകൊണ്ട് ഉപ്പിച്ചിരി മുന്നോട്ട് നിന്നാലും കുഴപ്പമില്ല. അപ്പം വെള്ളം ഒന്ന് തിളച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ നേരത്തെ വെള്ളം പോവാനായിട്ട് വെച്ചിരുന്ന റൈസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. റൈസ് എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. അതിനുശേഷം ഒരു 95% വേവായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഊറ്റിയെടുക്കേണ്ടതാണ്. ഒത്തിരി വെന്ത് പോവല്ലേ, നമുക്ക് അടച്ച് വെക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് വേവൊന്നും നമുക്ക് നോക്കേണ്ടതാണ്. അപ്പം ഇപ്പോൾ ഏകദേശം 95%-ഓളം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഓയിലോ അല്ലെങ്കിൽ നാരങ്ങ നീരോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒട്ടുമെന്നുള്ള ഒരു പേടി വരുമ്പോഴാണ് നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒട്ടിപ്പിടിക്കാതെ തന്നെയാണ് നമുക്ക് റൈസ് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി ഇത് ഊറ്റി മാറ്റി വയ്ക്കാം. അപ്പം ഞാനിപ്പോൾ റൈസ് ഊറ്റി അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. 2 ടേബിൾ സ്പൂണ് നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്. നമുക്ക് അതിന് ചേർക്കാനുള്ള സാധനങ്ങളാണ് അണ്ടിപ്പരിപ്പ് ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം കിസ്മിസ്, ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് വെളിച്ചെണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് നമുക്കിനി സവോളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ചാലും മതിയാവും. ഞാനിപ്പം നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് തന്നെയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കുന്നത്. സവോള നല്ല നീളത്തിൽ തന്നെ അരിയണം. ഒട്ടും കട്ടി കൂടാതെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കേണ്ടതാണ്. ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സവോളയാണ്. ഞാനിപ്പം ഒരു നല്ല വലിപ്പത്തിലുള്ള 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ആ നെയ്ക്കകത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾ ഓയിലും നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ.
അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മൾ റൈസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നന്നായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം കട്ടി കുറഞ്ഞ് അരിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. അപ്പം ഏകദേശം നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയും മതിയാകും. അപ്പോൾ നമുക്കിനി അത് കോരി മാറ്റാവുന്നതാണ്. ഇനി ഞാൻ അല്പം കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിക്കുവാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഞാനിനിയും 2 ക്യാരറ്റ്, മീഡിയം ടൈപ്പിലെ 2 ക്യാരറ്റും ഒരു 2 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞതും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടെ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കട്ടി കുറഞ്ഞ് നീളത്തിൽ തന്നെ വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ. ഞാൻ സവാളയുടെ കൂടെ ഇടാഞ്ഞത് നമുക്ക് അത്രയും ഫ്രൈ ആയി കിട്ടണ്ടായത്. ഇത് കൂടുതൽ ഫ്രൈ ആയി പോയാൽ ഇതിൻ്റെ കളറും എല്ലാം അങ്ങ് മങ്ങും. നമുക്ക് അതിനകത്ത് ഇടുമ്പോൾ ഒരു കളറൊക്കെ കിട്ടണമെങ്കിൽ ഇത് തനിയെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓയിലിനകത്ത് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്കിതിനകത്ത് വലിയ കട്ടിയുള്ള പാൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം എടുത്താലും മതിയാവും. ഇപ്പം ഞാൻ ആദ്യം തന്നെ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 3-4 ലെയറായിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഒട്ടും തന്നെ നമുക്ക് റൈസ് ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ലെമണോ ഓയിലോ ഒന്നും അതിനകത്ത് മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം തിളപ്പിക്കുന്ന സമയത്ത് നാരങ്ങ നീര് ഒഴിച്ചില്ലെങ്കിലും ഓയിൽ ചേർത്തില്ലെങ്കിലും ഒന്നും പ്രശ്നം വരുന്നതേയില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ബീൻസ് ഒക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവോളയും ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ലെയറായിട്ട് നമുക്കിതുപോലെ റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും അങ്ങനെ ഒരു 3-4 ലെയറായിട്ടാണ് ഞാനിപ്പം ഇത് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയറും കൂടെ സെറ്റ് ചെയ്യുവാണ്. ഞാൻ താഴത്തെ ലെയറിലൊന്നും കിസ്മിസ് ഒന്നും ഇട്ടില്ല. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളായിരുന്നു. അതുകൊണ്ട് മുകളിലത്തെ ലെയറിൽ മാത്രമേ ഞാൻ അതിടുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ലെയറും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ പീസാക്കി അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ പൈനാപ്പിളിൻ്റെ എസൻസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഒരു 1.5 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ആവി കയറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ദോശക്കല്ല്, നല്ല കട്ടിയുള്ള ദോശക്കല്ല് വെള്ളം ഉണ്ടെങ്കിൽ അത് നമ്മൾക്കൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കണം. അതിനുശേഷം തീ കുറയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് അടച്ച് വെച്ച് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ചതിന് ശേഷം അതൊരു 10 മിനിറ്റ് നമുക്ക് ആവി കയറ്റണം. ഇപ്പം ഞാൻ ചൂടാക്കിയ കല്ലാണ് ഇരിക്കുന്നത്. അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 10 മിനിറ്റ് ആവി കയറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്.
ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞപ്പം തീ ഓഫ് ചെയ്തു. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ് തയ്യാറായിരിക്കുന്നത്. നമ്മൾ നാടൻ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള സോസുകൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് റൈസാണ്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ആദ്യം അരിയിടുന്ന 1 മണിക്കൂറത്തെ താമസമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.